വരുന്നുണ്ട്. ആജ്ഞ, നേരത്തെ കാസർഗോഡ് നല്ല മഴ, അതിശക്തമായ മഴ തുടരുകയാണ്. അക്കാര്യമാണ് ബൈജു സൂചിപ്പിച്ചിരുന്നത്. മധ്യ കേരളത്തിൽ എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? പ്രത്യേകിച്ച് ഈ തൃപ്പൂണിത്തുറ ഉൾപ്പെടെ വെള്ളക്കെട്ട് അതിശക്തമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. അവിടെ ഇനിയും മഴ പെയ്താൽ കൂടുതൽ ദുരിതത്തിലാകുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടാവുക? മഴ മാറിയ സമയത്ത് ഈ വെള്ളം ഇറങ്ങിപ്പോകുന്ന ഒരു പശ്ചാത്തലമുണ്ടോ ആജ്ഞ അവിടെ? അഭിലാഷ്, കൊച്ചിയെ സംബന്ധിച്ചിട്ട് മഴ ഒന്ന് നിന്ന് കഴിഞ്ഞാലോ, അതായത് തുടർച്ചയായി പെയ്യുന്ന മഴ ഒന്ന് നിന്ന് കഴിഞ്ഞാലോ ഒരു മണിക്കൂറിനുള്ളൊക്കെ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഇറങ്ങിപ്പോകാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന, അതായത് മഴ തീവ്രമായി പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മറൈൻ ഡ്രൈവിലാണ്. ഈ തരത്തിൽ ഇതിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ്. ഇത് ചെറിയൊരു മഴ പെയ്തപ്പോഴുണ്ടായ വെള്ളമാണ്. ഇതിൻ്റെ ഈ സൈഡിലുള്ള, അത് കാരയിലേക്ക് ഇറങ്ങാനുള്ള നെറ്റ് ഒക്കെ ഈ മാലിന്യം കയറി അടഞ്ഞും ഈ മരങ്ങളുടെ ഇല കയറി അടഞ്ഞും ഒക്കെ ഇരിക്കുകയാണ്. അതായത് മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതാണ്. കൊച്ചിയെ സംബന്ധിച്ചിട്ട് മാലിന്യ സംസ്കരണത്തിനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായതുകൊണ്ട് അത് അടിയന്തരമായി നീക്കം ചെയ്തില്ലെങ്കിൽ തന്നെ അത് വലിയ പ്രശ്നമാവുകയും വലിയ കൂമ്പാരമായി മാറുകയും ചെയ്യുന്ന സാഹചര്യം, സ്ഥലപരിമിതി, ഇത്തരം കാര്യങ്ങളൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ മഴക്കാലപൂർവ്വ ശുചീകരണം, മാലിന്യ നീക്കം കൃത്യമായി ചെയ്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവസ്ഥകളിലേക്ക് എത്തുമെന്നുള്ളതാണ്. അത് കഴിഞ്ഞ കൊല്ലമോ അല്ലെങ്കിൽ മുൻപുള്ള കാലങ്ങളിലുള്ള അവസ്ഥകളൊക്കെ ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടില്ല എന്ന് വേണം പറയാൻ. ശരിക്കും പറഞ്ഞാൽ ഇത്തവണ സർക്കാർ മാറിയതിൻ്റെ ഒരു സാഹചര്യം കൂടി കണക്കെടുക്കുമ്പോൾ അതിനും കാലതാമസം ഉണ്ടായി എന്ന് വേണം പറയുന്നത്. എന്നിരുന്നാൽ പോലും മുൻകാലങ്ങളിലും ഈ ഒരു പ്രതിസന്ധി, അതായത് വർഷകാലം വരുന്നത് മുൻപായിട്ട് ഇത്തരം ഒരുക്കങ്ങൾ ഉണ്ടാകേണ്ടതാണ്. നമുക്കറിയാം ഏത് കാലഘട്ടത്തിലാണ് ഇപ്പോഴൊരു, അതായത് ഈ മഴക്കാലത്തിൻ്റെ ചക്രം ഒന്നോ രണ്ടോ മാസം ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ പോലും ഒരു മെയ് മാസം മുതലൊക്കെ മഴ പെയ്ത് തുടങ്ങുന്നുണ്ട്. വലിയ മഴ പെയ്ത് തുടങ്ങുന്നുണ്ട്. വേനൽ മഴയാണെങ്കിലാകട്ടെ, അതല്ല വർഷകാലം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാകട്ടെ മഴ പെയ്ത് തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം അവസ്ഥയിലൊക്കെയും ഈ വെള്ളക്കെട്ട് എപ്പോഴും കൊച്ചിയുടെ ഒരു ദുരവസ്ഥയായിട്ട് മാറിയിരിക്കുകയാണെന്ന് വേണം പറയാൻ. ഇത് പല ഭാഗങ്ങളിലും തൃപ്പൂണിത്തുറയിൽ ഉണ്ടായ സംഭവം, തൃപ്പൂണിത്തുറയിൽ ഒരു കാലഘട്ടത്തിലും അങ്ങനെ വെള്ളക്കെട്ട് ഉണ്ടായിട്ടില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു കാന, വെള്ളം ഒഴുകി പോകുന്ന ഒരു കാന അടച്ചു. അതിൻ്റെ സ്വകാര്യം ഇടപെടൽ കൊണ്ട് ആ കാന അടഞ്ഞു. അതിനെ സ്വാഭാവികമായി നീരൊഴുക്ക് തടയുകയും ആ പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുകയൊക്കെ ചെയ്തു. അത് മോട്ടോർ വെച്ചിട്ടാണ് ഇപ്പോൾ വെള്ളം നീക്കം ചെയ്യാൻ നഗരസഭ തീരുമാനമെടുത്തിരിക്കുന്നതിലും അതിൽ അടിയന്തരമായി തീരുമാനമെടുക്കാൻ നഗരസഭ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. പക്ഷേ കൊച്ചിയിൽ പലയിടങ്ങളിലും ഇങ്ങനെയാണ് ഇപ്പോൾ വെള്ളം നിൽക്കുന്നത്. അതായത് ഇന്ന് പുലർച്ചെ തുടങ്ങി ശക്തമായ മഴയുണ്ട്. ആ മഴയിൽ ഉണ്ടായ വെള്ളക്കെട്ടാണ്. ഇത് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിനും സമയമെടുക്കുന്നുണ്ട്. ആ ഒരു സമയമെന്ന് പറയുന്നത് ആളുകളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. മാത്രമല്ല ഈ മാലിന്യ കൂമ്പാരത്തിലൂടെ ഉണ്ടാകുന്നത് മലിനജലമാണ് ഈ കെട്ടി നിൽക്കുന്നതൊക്കെ. അതൊക്കെ നമ്മൾ ചവിട്ടുകയോ ശരീരത്തിൽ വീഴുകയോ ഒക്കെ ചെയ്താലൊക്കെ സാംക്രമിക രോഗങ്ങൾക്കുള്ള സാധ്യതയും ഏറെയാണ്. അത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇതിനും അടിയന്തരമായി വേണ്ടത് മഴക്കാലപൂർവ്വ ശുചീകരണത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ എങ്ങനെയാണ് കൊച്ചിയിൽ ഉണ്ടാവാതെ നോക്കുക, അല്ലെങ്കിൽ സ്വാഭാവികമായി വെള്ളം ഒഴുകിപ്പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. അതിനുള്ള അടിയന്തര നീക്കങ്ങൾ നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളത് ഒരു വീഴ്ചയായിട്ട് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമായിട്ടും കൊച്ചിയിൽ പലയിടങ്ങളിലും ഉണ്ടായിട്ടുള്ള വെള്ളക്കെട്ടുകൾ ഇതൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറിയിരിക്കുകയാണ്. അഭിലാഷ്, യെസ്, ഒപ്പം ഞാൻ ഈ സൂചിപ്പിക്കുന്ന പോലെ വെള്ളക്കെട്ട്, അതായത് മഴ ആരംഭിച്ചിട്ടേ ഉള്ളൂ, അപ്പോൾ തന്നെയാണ് ഇത്ര രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത്. ഇത് നമുക്കറിയാം, ഈ നഗരപ്രദേശങ്ങൾ, കൊച്ചിയിലെ നഗരപ്രദേശങ്ങളിൽ എപ്പോഴും നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. വ്യാവസായിക തലസ്ഥാനമാണ് കൊച്ചി. ഏറ്റവും കൂടുതൽ ആളുകൾ ജോലിക്കെത്തുന്ന ഇടമാണ്. ഏറ്റവും തിരക്കുള്ള നഗരം കേരളത്തിലെ എറണാകുളമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അധികൃതർ എപ്പോഴും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മഴക്കാലത്ത് നേരിടാൻ ഒരുക്കമാണ് എന്നൊക്കെ പറയുമ്പോഴും അതിൽ കാര്യമായ മാറ്റമൊന്നുമില്ല. ഇപ്പോഴും ഒരു മഴ പെയ്താൽ നഗരം വെള്ളത്തിനടിയിൽ എന്ന നിലയിലേക്കാണോ? കാരണം ഈ മഴ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ എത്രത്തോളം ശക്തി പ്രാപിക്കുമെന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. എങ്കിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് വരും ദിവസങ്ങളിലെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന വിവരങ്ങൾ. തീർച്ചയായിട്ടും അഭിലാഷ്, ഈ തുടക്കത്തിൽ തന്നെ ഇത്ര വലിയ സാഹചര്യങ്ങളിലേക്ക്, ഇത്ര വലിയ ദുരവസ്ഥയിലേക്കൊക്കെ പോകുന്നു എന്ന് പറയുന്നത് തന്നെ
ഈ അനാസ്ഥയാണ് ശരിക്കും. അത് തന്നെ ചൂണ്ടിക്കാണിക്കണം. പക്ഷേ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിൻ്റെ പകുതി പോലും കൊച്ചി ഫേസ് ചെയ്യേണ്ടി വരുമായിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം നിലവിൽ കൊച്ചിയിലില്ല. പക്ഷേ അതിനുള്ള നീക്കങ്ങൾ, അതായത് മാലിന്യ നീക്കം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓടകൾ ശുചീകരിച്ചിട്ടില്ല, ഓടകളിലെ മാലിന്യം നീക്കം ചെയ്തിട്ടില്ല. അത്തരം സാഹചര്യങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ഈ പറഞ്ഞതുപോലെ കൊച്ചിയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു ഇടമാണ്, നഗരമാണ്. അത്തരം ഇടങ്ങളിലേക്ക് രാവിലെ ഈ സമയത്തൊക്കെ വലിയ തിരക്കാണ്. അതാ നമുക്ക് കാണാം, ഒരു ചേട്ടൻ അത് ഒഴുകിപ്പോകാനുള്ള സാഹചര്യം. പ്രത്യേകിച്ചും അത് ഈ നെറ്റ് അടഞ്ഞിരിക്കുകയാണ്, മാലിന്യം കയറി നെറ്റ് അടഞ്ഞിരിക്കുകയാണ്. ഇത്തരമൊരു അവസ്ഥയിൽ തന്നെ ചേട്ടാ ഇതെന്താ അടഞ്ഞു പോയതാണോ? അടഞ്ഞു പോയി. ഇല്ല മഴ പെയ്യുമ്പോഴാണ് നിൽക്കുന്നത്. എപ്പോഴും വെള്ളം മഴ പെയ്യുമ്പോഴോട്ട് നിൽക്കും. മഴ വരുമ്പോഴോട്ട് വെള്ളം നിൽക്കും. സ്ഥിതി ഏതാണ്? അദ്ദേഹം അത് നീക്കം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ റോഡിൻ്റെ ഒരു വശത്തേക്ക്, അതായത് ഈ പറഞ്ഞതുപോലെ പ്രത്യേകിച്ചും ഉള്ളിൽ പോവില്ല, ഉള്ളിൽ നിറഞ്ഞു കിടക്കണം വെള്ളം. അധികം വെള്ളമായുമ്പോൾ ഉള്ളിൽ കിടക്കണം വെള്ളം, പോവില്ല, ഉള്ളിൽ പോയില്ല. ഇതിൻ്റെ ഭാഗങ്ങളെല്ലാം നിറഞ്ഞ്, അതായത് ഓട ഫുള്ള് നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ പിന്നെ ഇത് കുത്തി വിട്ടാലും അകത്തേക്ക് പോകാനുള്ള സാഹചര്യമില്ല, അതായത് ഒഴുകി പോകുന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്തായാലും ഈ നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഒരു വശം ഫുള്ള്, അതായത് ഇത് നമുക്ക് ഈ മറൈൻ ഡ്രൈവിലെ തിരക്കേറിയ വീഥിയാണ്, ഈ സുഭാഷ് പാർക്കിന് മുൻപിലുള്ള തിരക്കേറിയ വീഥിയാണ്. ഈ ഒരു വശത്തെ വാഹനങ്ങൾ എപ്പോഴും റോഡ് നടുവിലേക്ക് കയറി പോകേണ്ടുന്ന അവസ്ഥയാണ് ഇപ്പോൾ. കാരണം ഒരു വശം മുഴുവൻ വെള്ളമാണ്. അങ്ങനെ അതായത് ഒരു 1-2 മണിക്കൂറിനുള്ളിൽ ഇത് ഒഴുകിപ്പോകും. പക്ഷേ ആ ഒരു സമയം വലിയ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ മലിനജലമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആളുകൾക്ക്. നമുക്കായാലും മറ്റുള്ളവർക്കായാലും ഒക്കെ ഇതിൽ ചവിട്ടി നിൽക്കണം, അല്ലെങ്കിൽ ഇത് വെള്ളം ദേഹത്ത് തെറിച്ച് വീണാണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ, സാംക്രമിക രോഗങ്ങളിലേക്കൊക്കെ നയിക്കുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യമാണ് നിലവിലിപ്പോൾ ഉള്ളത്. എന്തായാലും അഭിലാഷ് പറഞ്ഞതുപോലെ ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ വലിയ മഴ. അപ്പോഴെങ്കിലും അടിയന്തരമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകേണ്ടി വരും. യെസ്, ഇതാണ് സൂചിപ്പിക്കുന്ന പോലെ, അതായത് വ്യാവസായിക തലസ്ഥാനം എന്ന് പറയുന്ന നമ്മുടെ കൊച്ചിയിലെ കാഴ്ച മഴ ആരംഭിച്ചപ്പോൾ ഇതാണ്. തീർച്ചയായും വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമായാൽ ഈ നഗരപ്രദേശങ്ങൾ വെള്ളത്തിനിടയിലാകാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. പ്രത്യേകിച്ച് ഓട വൃത്തിയാക്കാത്തത്, അല്ലെങ്കിൽ വൃത്തിയായ ഓട പോലും ഇപ്പോൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു എന്നത് ആ പ്രദേശവാസികൾ, അവിടെ ക്ലീൻ ചെയ്യാൻ എത്തുന്ന ആളുകൾ തന്നെ പറയുന്നത് നമ്മൾ കേട്ടതുമാണ്. നേരത്തെ കാസർഗോഡും അതിശക്തമായ മഴ തുടരുന്നു എന്നാണ് KV ബൈജു റിപ്പോർട്ട് ചെയ്തത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.